ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇന്നലെ, അതായത് 24 ഓഗസ്റ്റ് 2024 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു പുതിയ പെൻഷൻ സ്കീമാണ്. അതായത് നമ്മൾ ഇത്രയും കാലം NPS-ലായിരുന്നു സർക്കാർ പുതിയ പെൻഷൻ സ്കീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി പുതിയൊരു പെൻഷൻ സ്കീമായി യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് ഗവൺമെൻറ് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം എങ്ങനെ NPS-ഉം UPS, ഓക്കെ, യൂണിഫൈഡ് പെൻഷൻ സ്കീമും ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. NPS-ൻ്റെ പ്രശ്നങ്ങൾ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളായാലും ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിലും ഈ NPS-ൽ അത്ര ഹാപ്പി ആയിരുന്നില്ല. കാരണം അവർ വീണ്ടും പഴയ പെൻഷൻ സ്കീമിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അപ്പോൾ അതിന് പകരം കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പെൻഷൻ സ്കീം കൊണ്ടുവരികയാണത്. അപ്പോൾ ഈ പുതിയ പെൻഷൻ സ്കീമിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് 50% ഗ്യാരണ്ടീഡ് പെൻഷൻ, അതായത് നിങ്ങളുടെ ബേസിക് പേ എത്രയാണോ, അതായത് നിങ്ങൾ വിരമിക്കുന്നതിന് മുമ്പുള്ള ബേസിക് പേ എത്രയാണോ അതിൻ്റെ ഒരു വർഷം മുമ്പുള്ള ബേസിക് പേ, അതിൻ്റെ 50% നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെൻഷൻ കിട്ടുമെന്നാണ് ഈ ഒരു യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ പറയുന്നത്. അതായത് 25 വർഷമാണ് അതിന് ക്വാളിഫയിങ് ഇയർ ആയിട്ട് പറയുന്നത്. പിന്നെ ഫാമിലി പെൻഷൻ, അതായത് നിങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം നിങ്ങളുടെ ഫാമിലിക്ക് 60% ഫാമിലി പെൻഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മിനിമം പെൻഷൻ ആയിട്ട് 10,000 രൂപ മാസം മിനിമം പെൻഷൻ എന്നുള്ള കൺസെപ്റ്റും വരുന്നുണ്ട്. അതായത് എന്ത് കണ്ടീഷൻസിലായാലും ഏതിലായാലും 10,000 രൂപ ഉറപ്പായിട്ടും മിനിമം പെൻഷൻ എന്നൊരു കൺസെപ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ NPS ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീം ഡിഫറെൻ്റ് ആണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഗ്യാരണ്ടീഡ് പെൻഷൻ എമൗണ്ട് ആണ്. 50% ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ തരും. NPS-ൽ അതില്ല. NPS-ൽ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. മാർക്കറ്റ് ഈ നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് ആ സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ വരിക. പിന്നെ കോൺട്രിബ്യൂഷൻ ഫ്രം ദ എംപ്ലോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന പൈസ, അതായത് നിങ്ങളുടെ ഇതിൽ അടയ്ക്കുന്നത് 10%ആണ് NPS-ൽ അടയ്ക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ആയിരുന്നു 14% അടച്ചിരുന്നത്. പക്ഷേ UPS-ൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% തന്നെയായിരിക്കും എംപ്ലോയി അടയ്ക്കുക. പക്ഷേ ഗവൺമെൻറ് 4.5% കൂട്ടി, അതായത് 18.5% ഗവൺമെൻറ് അടയ്ക്കുകയാണ്. ഇനി ഇതിന് എലിജിബിലിറ്റി UPS-ൽ, അതായത് പുതിയ പെൻഷൻ സ്കീമിൽ ചേരാൻ ആരൊക്കെ യോഗ്യതരാണെന്ന് നോക്കുന്നത്. മെയിനായിട്ട് UPS ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കീമാണ്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് ജനുവരി 1, 2004 അതിനുശേഷം ജോയിൻ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും UPS-ൽ ചേരാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ NPS-ൽ ഓൾറെഡി ഉള്ള ആളുകളായിരിക്കും, അത് UPS-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPS-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം NPS താല്പര്യമില്ലാത്ത ആളുകളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും, എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും UPS ആയിരിക്കും സെലക്ട് ചെയ്യാൻ സാധ്യത. കാരണം അതിലൊരു മിനിമം ഗ്യാരണ്ടീഡ് പെൻഷൻ ഉണ്ട്. അതില്ല. NPS-ൽ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ് അതിൽ വരുന്നത്. ഇനി പ്രൈവറ്റ് എംപ്ലോയീസിന് UPS-ൽ ചേരാൻ പറ്റില്ല. കാരണം ഇത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമുള്ളതാണ്. പ്രൈവറ്റ് എംപ്ലോയീസിന് NPS-ൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്, കറൻ്റ്ലി ഗവൺമെൻറ് യാതൊരുവിധ ടാക്സ് ബെനിഫിറ്റും ഇതുവരെ പറഞ്ഞിട്ടില്ല UPS-ൽ ചേരുന്ന ആളുകൾക്ക്. പക്ഷേ NPS-ൽ നമ്മൾ പറഞ്ഞു 80CCD-ൽ ഏകദേശം 50,000 രൂപ വരെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും NPS-ൻ്റെ സെക്ഷനിൽ. അപ്പം UPS പുതിയൊരു പെൻഷൻ സ്കീമാണ്. ഇവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് വളരെ പ്രോമിസിങ് ആണ്. അതായത് NPS-ൻ്റെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ്. ഗവൺമെൻറ്റിന് ഇതൊരു അധിക ബാധ്യതയാണ്. ഏകദേശം 6,000 കോടി രൂപയുടെ മുകളിൽ അധിക ബാധ്യത വരാൻ വരുന്ന ഒരു സ്കീമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു സ്കീമാണ്. കാരണം അയാൾക്ക് 50% ഉറപ്പായിട്ടുമുള്ളൊരു പെൻഷൻ അവർക്ക് ഗ്യാരണ്ടീഡ് ആണ്. NPS-ൽ അതില്ലായിരുന്നു. NPS-ൽ ചിലപ്പോൾ ഹൈ റിട്ടേൺ വരും. മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഹൈ റിട്ടേൺ വരും. പക്ഷെ അത് അവർ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയാത്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസാണിത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ട് 50% നിങ്ങൾക്ക് ബേസിക് പേയുടെ, നിങ്ങൾ വിരമിക്കുന്നതിന് 12 മാസം മുമ്പുള്ള ബേസിക് പേയുടെ 50% ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിതിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിൻ്റെ ഒരു ക്വിക്ക് വീഡിയോ ആണിത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. താങ്ക് യു.